കടമ്പാട് പാറമേൽപ്പടി. ഇതാണ് നമ്മുടെ നാട് കേട്ടോ. കടമ്പാട് എന്നാണ് പേര്. അത് നമ്മുടെ പഴയ ഒരു പേരാണത്. ആദ്യകാല നമ്മുടേതായിട്ടുള്ള പൂർവികരിട്ടിട്ടുള്ള പേരാണ് കടമ്പാട് എന്നുള്ളത്. ഇപ്പം നമ്മൾ പറയപ്പെടുന്നത് പാറമേൽപ്പടി എന്നാണ് കേട്ടോ. പാറമേൽപ്പടി, മായന്നൂർ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അമ്മ കോലമിടാണ്. അപ്പോൾ നമുക്കിന്ന് വിശേഷ ദിവസമാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ, വിശേഷ ദിവസമൊന്നുമല്ല, എല്ലാ ദിവസവും നമ്മളിടും. പക്ഷേ വിശേഷ ദിവസങ്ങളിൽ ഇതുപോലെ കളറ് പൊടികളൊക്കെ ചേർത്ത് നല്ല വലുതാക്കിയിട്ടിടും കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. ഞാനും ബദ്രിയും ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഡേ 1 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനും ബദ്രിയും കൂടി നമ്മുടെ വണ്ടിയിലാണ് വന്നത് കേട്ടോ. നമ്മുടെ സ്കൂട്ടി പെപ്പിലാണ് വന്നത്. അപ്പോൾ അറിയാലോ, വണ്ടിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് പനിയും തലവേദനയും വയറിളക്കം ഛർദിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മൊബൈലൊന്നും എടുത്ത് ലൈവ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നിനും നിന്നില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് എത്താനുള്ള ഒരു ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാവലിംഗ് അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതേ അമ്മ ധൃതിപ്പെട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എന്നെയും കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്, പോയി കുളിക്കുന്നൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് നല്ലൊരു മൈൻഡിന് കാണാൻ തന്നെ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലം വളരെയധികം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റാണിതൊക്കെ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇന്നാണ് നമ്മുടെ മാരിയമ്മൻ പൂജ മഹോത്സവത്തിൻ്റെ ഡേ 1 ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ചാനലിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ഗ്രീഷ്മ എന്നാണ്. നമ്മുടെ ചാനൽ GRB വീഡിയോസാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് ബിഗ് താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇപ്പോൾ ദേ കണ്ടോ, ആനയുടെ വരവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പൂജയ്ക്കുള്ള 5 ആനകളാണ്. 5 ആനയോട് കൂടിയുള്ള 5 ആനകളുടെ അകമ്പടിയോട് കൂടിയിട്ടുള്ള കുംഭം നമ്മൾ കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ കുംഭം കാര്യങ്ങൾ എന്നൊക്കെ കരകം അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ദേ രണ്ടാമത്തെ ആനയുടെ എൻട്രി വരുന്നുണ്ട്. അത് കുറച്ച് കോമഡി ആയിപ്പോയി, കണ്ടോളൂ കേട്ടോ. എന്താണെന്നുള്ളത് കണ്ടോളൂ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്താണത്. അടുത്ത് മീൻസ് നമ്മുടെ വീടിൻ്റെ വഴിയാണേ. കണ്ടില്ല, ഒരു അഗ്രഹാരം പോലെയാണ് നമ്മുടെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ അടുത്ത ആൾ വരുന്നത് കണ്ടോ. അപ്പോൾ കാണാം, അതേ അവരൊക്കെ കുളിച്ച് ചമ്മനക്കൂരിയൊക്കെ വരച്ച് കുട്ടമ്മ പാരായിട്ട് പോവാണ്. കണ്ടോ, ഞങ്ങൾ ഓടി. കാരണം കണ്ടില്ലേ, ഇത്ര അടുത്തോട്ട് വന്നത്. എത്രത്തോളം നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. ഇത്രയും അടുത്തോട്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഓടി. ഇതേ കൂടെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ റിട്ടേൺ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് മുന്നേ പോയ ആനകളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ സ്പ്ലിറ്റ് ചെയ്ത് ഇടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നു ഫീലിങ്സ് വരുന്നത്. അങ്ങനെയല്ല, ഇത് 2 വീഡിയോ ആണ്. അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടു എന്നേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ദേ കരകം കൊണ്ടുവരികയാണ്. നമ്മുടെ പുഴയുടെ അവിടുത്തെ കരകമൊക്കെ ശരിയാക്കി. ഇപ്പോൾ ദേ ഉടുക്ക് പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടോളൂ. കണ്ടോ അമ്മേനെ പാടി പുകഴ്ത്തുമ്പോൾ അമ്മയ്ക്കുള്ള ഒരു സന്തോഷം കണ്ടോ? അമ്മ കളിക്കാൻ തുടങ്ങി. അപ്പുറത്ത് നിൽക്കുന്നത് മാരിയമ്മൻ, ഇത് കാളിയമ്മയാണ് കേട്ടോ. കാളിയമ്മയ്ക്കുള്ള പാട്ടാണ് അവർ പാടുന്നത്. അതുകൊണ്ടാണ് കാളിയമ്മ ആടുന്നത് കേട്ടോ. ഇതൊരു വാദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടുക്കുവാദ്യമാണിത്. ഉടുക്കെന്നാണ് പറയുക കേട്ടോ ഇതിനെ. ഈ വാദ്യോപകരണത്തെ പറയുന്നത് ഉടുക്ക് എന്നാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ട്, ബദ്രിയുടെ കയ്യിലുണ്ട്. ബദ്രിക്ക് നമ്മൾ ഏതൊരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണത്. നമ്മുടെ കയ്യിലുണ്ട്. ഞാനത് പിന്നീട് ഒരു സമയം ഇടാം. ബദ്രിയുടെ ഒരു കൊട്ടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അവനറിയാം, അവൻ നന്നായി കൊട്ടുന്നത്. ഇപ്പോൾ എല്ലാ ദൈവങ്ങളും വന്നു കൊട്ടിപ്പാടി എല്ലാവരെയും വരുത്തിച്ചിട്ടുണ്ട്. അവർ കോമരങ്ങളാണ്. അപ്പോൾ നമ്മുടെ കുംഭം അതേ പൂമതിക്ക് ഇറങ്ങാനായിട്ട് റെഡിയാവാണ്. അപ്പോൾ നമ്മുടെ സെൻറ്ററാണ് കേട്ടോ. അത് സെൻറ്റർ എത്തിയിട്ടുണ്ട്. പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതെല്ലാ ആൾക്കാരും അതിന് വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കുകയാണ് ദൈവങ്ങൾക്ക് എല്ലാവർക്കും. കണ്ടില്ലേ, ഇനിയിപ്പോൾ കുറേ അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് എത്രത്തോളം ആ വാള് വെച്ച് അവർ ഒരുപാട് ഇങ്ങനെ കണ്ടോ. ഇപ്പോൾ അതേ നമ്മുടെ കരകം അത് വീഡിയോ എങ്ങനെയായിപ്പോയോ, അതുകൊണ്ടാണ്. ഇതിപ്പോൾ പന്തലിൽ നിൽക്കുകയാണ്. നമ്മുടെ ആ രണ്ട് പൂക്കളൊക്കെ അണിയിച്ചൊരുക്കിയിട്ട് കുംഭങ്ങളിൽ വെച്ചിട്ടുള്ളത്. ഇതാണ് കരകം. കുംഭം എന്നാണ് ഞങ്ങളുടെ അവിടെ പറയാറ്. അത് പന്തലോട്ട് എത്തി. ഇനിയിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തോട്ട് പോകുന്ന വീഡിയോ ഒക്കെ ആയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അവിടെ നിന്നാണ് എടുക്കുന്നത്. കുറേ പേരുണ്ട് നമ്മുടെ ഇവിടുത്തെ ഈ കടമ്പാട് എന്ന് പറയുന്ന കടമ്പാട് ഊര് എന്നാണ് ഞങ്ങൾ പറയുക. ഞങ്ങൾ ശരിക്കും തെലുങ്ക് ചെട്ടിയാർമാരാണ്. കണ്ടില്ലേ, നമ്മുടേതായിട്ടുള്ള കുറേ കസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ കാണാം. ട്രഡീഷണലായിട്ട് നമ്മൾ നടത്തി വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഒബേ ചെയ്ത് വരുന്ന ഒരുപാട് പൂജകളും അതുപോലെ തന്നെ വിശ്വാസങ്ങളും എല്ലാം ഉണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് അവിടെ വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പോവാണ് കണ്ടോ. എല്ലാവരും കല്യാണത്തിന് ഒരുങ്ങിയ പോലെ ഒരുങ്ങിയിരിക്കണം കണ്ടോ. അങ്ങനെയാണ് ഇവിടെ. എല്ലാവരും നല്ല ഭയങ്കര ബ്രൈഡുകളായിരിക്കും. ഓരോ ആളും ഓരോ ടൈപ്പ് ഓഫ് ബ്രൈഡുകളായിരിക്കും ഇന്ന്. എൻ്റെ എൻട്രി ഉണ്ട്, അത് വേറെ വശം. അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതെ, ഫസ്റ്റ് ഇപ്പോൾ ഒരു കോമരം പോയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ആൾ ഇതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ വരും. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ എടുത്തതാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല സെൻറ്ററിലോട്ട്. അതേ അടുത്ത നമ്മുടെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവരൊക്കെ നമ്മൾ മുന്നേയും കണ്ടില്ലേ അവിടെ കൊണ്ടോ. ഇങ്ങനെ പാടിപ്പുകഴ്ത്തി ഇങ്ങനെ കൊണ്ടുവരികയാണ് അവരനെ. എല്ലാവരും പൂമതി ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഇതിൻ്റെ പിന്നാലെ വരും കേട്ടോ. ഇവിടെ ഒരാളിങ്ങനെ ബാക്കിൽ നിന്നിട്ട് എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ അത് ചിലപ്പോൾ ഇതിൽ ഓവർ വോയിസ് ആയിട്ട് നിൽക്കും. മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ കോമരങ്ങളും അതാ നമ്മുടെ കുംഭം വന്നു. കുംഭത്തിൻ്റെ എൻട്രിയാണ്. ശരിക്കും കാണാൻ പറ്റുന്നില്ലേ ഇപ്പോൾ. ഈ കുംഭത്തിൻ്റെ ബാക്കിലുള്ള എല്ലാവരും പൂമതി ചെയ്യാനുള്ള ആൾക്കാരാണ് കേട്ടോ. എല്ലാവരും ഓം ശക്തി പരാശക്തി എന്ന് പറയുകയാണ്. അതായത് എൻ്റെ അമ്മയൊക്കെ ഉണ്ട്.
ഇപ്പോൾ കുറച്ച് പേരുടെ ഇതെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദേ കുംഭം ചാടാനുള്ള മുന്നത്തുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ്. അതായത് ഈ പൂമരി നന്നായിട്ട് അവർ വീശി റെഡിയാക്കുകയാണ്. അപ്പോൾ ദേ ഒരാളിറങ്ങി, ഒരു കോമര ഇറങ്ങി, ആദ്യത്തെ കുംഭം ഇറങ്ങി, അതെ രണ്ടാമത്തെ കുംഭം ഇറങ്ങും. കാളിയമ്മ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ദേ മാരിയമ്മ ഇറങ്ങാൻ പോവാണ്. അതേ ഇറങ്ങി. ഇപ്പോൾ ചെറിയ ചെറിയ പിള്ളേരൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരും കോമരും അവരൊക്കെയാണ് ഇനി ഇറങ്ങാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ബാക്കിൽ ഓം ശക്തി പരാശക്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എല്ലാം കൂടി ഇടുന്നില്ല, കാരണം ഓവറായി പോവും. കണ്ടില്ലേ അവർ വീശുന്നത് കണ്ടോ? ഈ ഒരു വീശലിലാണ് ഇതിൻ്റെ എല്ലാ ദോഷവശവും നല്ല വശമൊക്കെ കിടക്കുന്നത്. കാരണം ഇതിങ്ങനെ വീശിങ്ങനെ കനലാക്കി വെച്ചാലേ കാല് പൊള്ളാതിരിക്കുള്ളൂ. നമ്മുടെ ഈ കനലില്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് പൊള്ളിപ്പോവും. എനിക്കാണെന്നുണ്ടെങ്കിൽ പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രോട്ടിന് ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. അത് വെച്ചാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കരകരപ്പും ഒരു ക്ലാരിറ്റി കുറവൊക്കെ നിങ്ങൾക്ക് ഇതിലുണ്ടാവാം. ഒന്ന് ക്ഷമിക്കുക കേട്ടോ. കാരണം കുറേ ദിവസം ഇത് എഡിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഇതിൽ വോയിസ് വിടുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വീഡിയോ തന്നെയാണ് കാണിക്കുന്നത്. ഞാനത് 2-3 വീഡിയോ ഇതിലെടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ, ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ കണ്ടോ അതവർ വീശിയെടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഈ ചുറ്റണതൊന്നും നമ്മൾ മറ്റേലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അത്രയധികം കനലും ചൂടും ഒക്കെ ആയിരിക്കും ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നത് മാത്രം നോക്കുമ്പോൾ നമുക്ക് തോന്നും, അതായത് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ നമുക്ക് തോന്നും ഒന്നുമില്ല ഇതെന്താ ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഇതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് അവിടെ നിൽക്കുമ്പോഴേ, ആ പ്രസൻസിൽ, നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പ്ലേസിൽ നമ്മൾ നിൽക്കുമ്പോഴേ നമുക്കറിയുള്ളൂ എത്രത്തോളം ചൂട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ അഗ്നിച്ചാട്ടം എന്നാണ് നമ്മൾ പറയുക. കണ്ടില്ലേ അത്ര അധികം ഹോട്ടായിരിക്കും അവിടെ. ചിലപ്പോൾ നിൽപ്പിന് തന്നെ കത്തുകയും ചെയ്യും, അത്ര അധികം ചൂടാണ്. അപ്പോൾ ദേ എൻ്റെ എൻട്രി. ഇതാണ് എൻ്റെ ചേച്ചിയുടെ മോള്, ചേച്ചി, അമ്മുക്കുട്ടി, എൻ്റെ ചേച്ചിയുണ്ട്. പിന്നെ ആ ചിരിച്ചതാണ് എൻ്റെ ചേച്ചി കേട്ടോ. ഇത് എൻ്റെ അമ്മായിയുടെ മോളാണ്. ഇനിയിപ്പോൾ ഇതേ എൻ്റെ അമ്മായിയാണ്. പിന്നെ അമ്മായിയുടെ മക്കളാണ് ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അമ്മയുടെ പേരക്കുട്ടികളും മക്കളൊക്കെയാണ്. പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഞാൻ ദേ അവളോട് ഇങ്ങോട്ട് തിരിയാൻ പറയാണ്. അവൾ ഞാനില്ല എന്നാണ് പറയണത് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരുന്നുണ്ട് പുള്ളി, വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. പുള്ളിനെ പറ്റി ഞാൻ വേറൊരു വിഷയം ഞാൻ പറയാം കേട്ടോ. ഞാനൊരു കാവിലെ ഭഗവതി എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയല്ല ഞാൻ വിചാരിച്ചത്. ഫസ്റ്റ് ആ ഒരു വാതിൽ തുറക്കുന്ന ഒരു വശമൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നീട് ഞങ്ങളുടെ ഇവിടുത്തെ നാഗരാജാവിൻ്റെ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് ബാക്കി ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ഷൂട്ടൊക്കെ ചെയ്തു, പക്ഷേ പുള്ളിയെ നന്നായി എടുക്കുകയും ചെയ്തു. നമ്മൾ വീഡിയോ സേവ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ വീഡിയോൻ്റെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യണ്ടേ, വീഡിയോ ഓൺ ചെയ്താലല്ലേ ഇത് സേവ് ആവുള്ളൂ. പുള്ളി ആ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ല. ഞാൻ ആളുടെ കയ്യിൽ കൊടുത്തപ്പോൾ ആളതിങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്തു. പക്ഷേ ഷൂട്ട് ചെയ്തിട്ട് സേവ് ആവാത്തതല്ല, ആളാ ബട്ടൺ തന്നെ പ്രസ് ചെയ്തിട്ടില്ല. 1 തവണ 2 തവണ അല്ല, 3-4 തവണ സെയിം ഇങ്ങനെ തന്നെ റിപ്പീറ്റേഷൻ ഉണ്ടായി. ഞങ്ങളന്ന് ചിരിച്ച് ഞങ്ങൾക്ക് വയ്യാണ്ടായിട്ടുണ്ട്. കണ്ടോ അത്രയധികം ചൂടാണ്. അതാണ് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് കണ്ടോ. ഞാനിങ്ങനെ നോക്കുകയാണ്, കാരണം ഇനിയിപ്പോൾ ആന ശീവേലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം പോയതിന് ശേഷം അമ്പലത്തിൽ കയറി തൊഴുതാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതാണ് മായമോളാണ്. ഇതേ ആന വരുന്നത് കണ്ടോ. എൻ്റെ അമ്മായിയുടെ മൂത്തമ്മായിയുടെ മൂത്ത മോളുടെ മൂത്ത മോള്. അതെ ആന വരുന്നുണ്ട്.
ഇതൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ അമ്പലത്തിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ. ഇതാണ് നമ്മളെ അമ്പലം. എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കുറച്ച്, അല്ലേ, മുന്നേ ഞാൻ വീഡിയോ ഇട്ടതിൽ കുറച്ച് കണ്ടിട്ടുണ്ടാവും. അത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കാണിച്ചാൽ ഇപ്പം ഞാൻ പുറത്താണ് നിൽക്കണേ. പാനൊക്കെ കയറിപ്പോയി, അതാണ് ആ ശീവേലിയുടെ ആൾക്കാർ ഇങ്ങനെ കയറണേ. 5 ആനേനെയും കയറ്റിയില്ല കേട്ടോ, ഒരാനയെ മാത്രമേ കയറ്റിയുള്ളൂ. കാരണം ആ ഒരു തീ പറഞ്ഞല്ലോ, അഗ്നി അങ്ങനെയുള്ള കാരണം നമ്മൾ ആനേനെ അത്ര കയറ്റിയിട്ടില്ല. ഒരാളെ മാത്രമേ കയറ്റിയുള്ളൂ. ബാക്കി 4 ആളെയും നമ്മൾ പറഞ്ഞു വിട്ടു. എന്നിട്ട് 4 മണിക്ക് ഈ അപ്പത്തിൻ്റെ തീ കുറച്ച് നമുക്ക് ശമിക്കും. അങ്ങനെ ബാക്കിയുള്ള 4 ആനകളെയും വന്ന് തൊഴിയിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത് കേട്ടോ, ദീപാരാധന സമയത്ത്. ഈ ആന തന്നെ നന്നായിട്ട്, ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ തന്നെ ഇതിൻ്റെ എഫക്റ്റ് വല്ലാണ്ട് അറിയാൻ പറ്റും. അത്രയധികം ചൂടായിരിക്കും ഇവിടെ. അപ്പോൾ ഇതിൽ കൂടെ നടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാമെന്ന് പറയുന്നത് ഗംഭീരം തന്നെയായിരിക്കും. അവരെയൊക്കെ സമ്മതിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ചിരിച്ച് മതിയായതുകൊണ്ടാണ് നമ്മുടെ ഫേസ് കട്ടും കാര്യങ്ങളൊക്കെ, കാരണം ഫുള്ള് കോമഡി പറയുകയാണ്. ഇതൊക്കെ എൻ്റെ ചേച്ചിമാരാണ് കേട്ടോ, എല്ലാ അമ്മയുടെ മക്കളും ചേച്ചിമാരൊക്കെയാണ്. പ്രീത, ബിനിത, ബീന, ഫ്രീജ, ഇതൊക്കെയാണ് ആൾക്കാരുടെ പേര്. ഇതെൻ്റെ ചേച്ചി രേഷ്മ. ഇതാണ് എൻ്റെ അമ്മായി ഗിരിജ. എല്ലാവരും വയർത്തിട്ടേ. ഓക്കെ, അപ്പോൾ അതേ നമ്മളും അമ്പലത്തിലോട്ട് തൊഴാൻ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഞാനിത് കൂടെ തിരിച്ച് റിട്ടേൺ വരില്ല, അപ്പുറത്തെ വഴിയുണ്ട്, ആ വഴി കൂടെയാണ് പോവുക. ഇനി നമ്മൾ കാണുന്നത് കരകാട്ടം, മയിലാട്ടം, ഇതൊക്കെയാണ് കേട്ടോ. ഇവരുടെ ആട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ആട്ടം എടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ് ഈ വീട്ടിലാണ് ഇവർക്കുള്ള ഇതുള്ളത് കേട്ടോ. ഇതേട്ടോ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി. ഇതൊക്കെ എൻ്റെ കൂട്ടുകാരും ഫ്രണ്ട്സുമാണ്. ഇതിൽ കുറച്ച് പേരെ അപ്പുറത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഞാൻ ആ പുള്ളീനെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ. ഈ പറഞ്ഞ മാതിരി പ്രസ് ചെയ്യണ്ടേ, പ്രസ് ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നീട് തിരിച്ചറിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോസാണിത് കേട്ടോ. അതാണ് നമുക്ക് ഒരു എന്താ പറയുക, മടി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ എത്ര തവണ അതിങ്ങനെ പോസ് ചെയ്യും. ഇത് നമ്മുടെ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ നാട്ടിലെ എല്ലാമായ വിശ്വനാഥനാണ്, ധനേഷ് അവർകളാണത് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലം, ഫുള്ളായിട്ടുള്ള അമ്പലം ഇതാണ്. പാറമേൽപ്പടി ശ്രീ മാരിയമ്മൻ ക്ഷേത്രമാണ്. കണ്ടോ, കൊടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആനയുടെ തിടമ്പാണ്. ദേവീനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഓക്കെ, ആന പോയി. അത് നമ്മൾ വീഡിയോ വീണ്ടും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വീഡിയോസിന് വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അതൊക്കെ ഞാൻ ചുമ്മാ അതിൽ ആഡ് ചെയ്തെന്നുള്ളൂ ഒരു രസത്തിന്. ഇതൊക്കെ നമ്മുടെ കാവിലെ ഭഗവതി വീഡിയോയിലുള്ളതാണ്. സെയിം. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരിയാണ് ആ പോയത്, അഞ്ജു എന്നാണ് പേര് കേട്ടോ. ഞാൻ അവളെ ചീത്ത പറഞ്ഞുകൊണ്ടേയാണ് ഇങ്ങനെ വരുന്നത്. ഇത് നമ്മുടെ വേറെ കൂട്ടുകാരാണ്. ഇതാണ് നമ്മുടെ ഗ്യാങ്. ഇതെനിക്ക് കണ്ടപ്പോൾ തോന്നി എന്താണെന്നറിയോ, എൻ്റെ ഒരു പഴയ നൊസ്റ്റാൾജിയ. ഇതിലൊരു ബലൂൺ വാങ്ങാനായിട്ട് കാശില്ലാതെ നമ്മൾ ആഗ്രഹിച്ച് നിന്നൊരു സമയമുണ്ട്. എല്ലാ റീൽസിലും കാര്യങ്ങളിലും പറയുന്ന പോലെ തന്നെ എനിക്ക് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിപ്പോൾ മൊത്തം വാങ്ങാനായിട്ടുള്ള കാശ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അന്നൊരു ബലൂണിന് വേണ്ടി ഇങ്ങനെ ഇതിൻ്റെ അടുത്ത് കാത്തു നിന്നൊരു സമയമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റീലില്ലേ, അറിയില്ല എല്ലാവർക്കും.
ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അതും കൂടി ഒന്ന് എടുത്തുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതേ അന്നദാനത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നദാനം ഇത് ബദ്രി ഇരുന്ന് കഴിക്കുന്നുണ്ട്. ചേച്ചിയുടെ മോനപ്പുറത്തുണ്ട്. നല്ല അന്നദാനമായിരുന്നു കേട്ടോ, നല്ല അന്നദാനമായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. 3 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ദിവസം മാത്രമേ പോയുള്ളൂ. ഇത് ഇപ്രാവശ്യം 3 സെക്ഷനായിട്ട് ഇട്ടുകൊണ്ട് നമുക്ക് വന്ന് കഴിക്കുന്ന ആൾക്കാർക്കും വലിയ മടുപ്പുണ്ടായിരുന്നില്ല, പിന്നെ ഇത് വിളമ്പുന്ന ആൾക്കാർക്കും വലിയ മടുപ്പുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തീർന്നു. ഒരു തിരക്കുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല. ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. അതിന് കമ്മിറ്റിക്കാർക്കൊരു ബിഗ് സല്യൂട്ട്. കാരണം ഇതിങ്ങനെ വലിച്ചെത്തിക്കണ്ടേ. എല്ലാവരും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. വലിയവൻ ചെറിയവൻ അല്ലെങ്കിൽ നീ ഞാൻ എന്നുള്ളൊരു പക്ഷാഭേദം ഇല്ല ഇവിടെ. കാശുള്ളവൻ കാശില്ലാത്തവൻ, കുട്ടി മുത്തശ്ശൻ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള ഒരു വേർതിരിവില്ല. എല്ലാവരും വിളമ്പും ഇന്നത്തെ ദിവസം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു നവധാന്യമാണ്. നവധാന്യം നമ്മൾ വെള്ളത്തിലിട്ട് 3 ദിവസം മുളപ്പിക്കാൻ വേണ്ടി വയ്ക്കും. അങ്ങനെ കൊട്ടയിലിട്ട് മണലൊക്കെ ഇട്ട് മുളപ്പിക്കാനായിട്ടിടും. അങ്ങനെ മുളച്ച് വന്ന 3 ദിവസം കഴിഞ്ഞിട്ടുള്ള മുളച്ച് വന്ന നമ്മുടെ നവധാന്യമാണിത്. ഇത് നമ്മുടെ ഒരു ട്രഡീഷണൽ ഒരു ഇതാണ്, പ്രോഗ്രാമാണ് കേട്ടോ അത്. ഇപ്പോൾ നമ്മൾ ആ നവധാന്യം എടുത്തുകൊണ്ട് നമ്മുടെ അമ്മു ആണ് വീഡിയോ എടുക്കുന്നത്. അമ്മുവിൻ്റെ പേര് ശ്രീഷ്ണ എന്നാണ് കേട്ടോ, ഫുൾ നെയിം. അപ്പോൾ ആ നവധാന്യം നമ്മൾ കൊണ്ടുപോവാണ്. ഇതിപ്പോൾ തിരിച്ചിങ്ങോട്ട് വരുന്ന വീഡിയോ ആണ് ഫസ്റ്റ് ഏഡായി പോയേ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ ശരിക്കും എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എടുക്കുന്നുണ്ട് മേമ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യും പിടിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മളത് നവധാന്യം ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ കൊട്ടകൾ 2 നമ്മളവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് വരുന്നതാണ് കേട്ടോ. എഡിറ്റിങ്ങിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇനിയിപ്പോൾ ഞാനത് വീണ്ടും സെറ്റ് ചെയ്യണം, ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഞങ്ങളിത് കൊണ്ട് അമ്പലത്തിലോട്ട് പോകുന്ന വീഡിയോ ഇടാം. ഇതാണ് നമ്മുടെ വീടെത്തി. നമ്മൾ ഇതേ അടുത്തെത്തിയിട്ടുണ്ട്, വീടിൻ്റെ അടുത്തെത്തി, ഉമ്മറത്തെത്തി. ഇതേ വീടിൻ്റെ അകത്തോട്ട് കയറി. ഇതാണ് കേട്ടോ നമ്മുടെ ശരിക്കുള്ള നവധാന്യത്തിൻ്റെ എല്ലാവരും ഇട്ടിട്ടുള്ളതാണ്. എല്ലാവരും ഇട്ട എല്ലാ വീടുകളിൽ നിന്നും കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ മോൾ തന്നെ എടുത്തേട്ടാ, നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. കണ്ടില്ലേ, ചില ആൾക്കാരൊക്കെ ഇലകൾ വന്നു തുടങ്ങി. ശരിക്കും ഇല വന്ന് വെക്കരുതെന്നാണ് പറയുക. നമ്മുടെ ഇല വന്നിട്ടില്ല, മുളയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, കണ്ട എന്ത് ഭംഗിയാണ് നോക്കിയല്ലേ. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ദോഷങ്ങളൊക്കെ മാറി നല്ലത് വരാനുള്ളതാണേ. അപ്പോൾ ഇത് 4 മണിക്ക് നമ്മുടെ ദീപാരാധന, അതിനുള്ള പഞ്ചവാദ്യം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതും ഞാൻ വീടിൻ്റെ ഉമ്മറത്ത് വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. കണ്ടോ, പിള്ളേരാണ്, അതാണ് എല്ലാവരും നോക്കിക്കൊണ്ട് പോകണേട്ടാ. ബദ്രിയും ശ്രീകൃഷ്ണമൊക്കെ ഉണ്ട്. ആനകളെടുത്ത് അമ്മാനെ മാടാത്ത ഭാഗ്യം. ഈ ഷർട്ട് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ നേർക്ക് വന്നിട്ടുള്ള ആനയാണ് കേട്ടോ അത്. 1ാമത്തെ ആന പോയി, 2ാമത്തെ ആന പോകുന്നു. നമുക്ക് ആദ്യത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 3 പ്രോഗ്രാംസ് നമുക്ക് മെയിനായിട്ട് വരുന്നുള്ളൂ. ഒന്ന് നമ്മുടെ കുംഭം പൂമെതിക്കൽ, 2 ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഈ നവധാന്യം കൊണ്ടുപോയി അമ്പലത്തിൽ വെക്കൽ, 3ാമത്തെ ദീപാരാധന, ഈ ആനകളുടെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് ശേഷമാണ് ദീപാരാധന സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഗാനമേള, അതോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഒരു ദിവസം അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ദീപാരാധനയ്ക്ക് മുന്നേ ഉള്ള ആനകളുടെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നടക്കണേ. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ്
അവരൊക്കെ കൊണ്ടുവരുന്നത്. എല്ലാവരും ഉണ്ട്. അപ്പോൾ അതേ ഗാനമേള സ്റ്റാർട്ട് ചെയ്തു, കണ്ടോ. അത് കുറച്ചൊക്കെ അവർ പാടുന്നതൊക്കെ ഞാൻ ഇടും. അതിന് ശേഷം എൻ്റെ കുറച്ച് വോയിസ് ഓവറും കൂടി തരാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടും. ഓക്കെ, എല്ലാവരും നല്ല നല്ല അടിപൊളിയായിട്ട് അവർ പാട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് നന്നായി തന്നെ പെർഫോം ചെയ്തു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും എൻജോയ് ചെയ്തു. ചെറിയ കുട്ടി തൊട്ട് വലിയ വയസ്സായ ആൾക്കാർ വരെ നന്നായി തന്നെ എൻജോയ് ചെയ്തു. നല്ല ട്രൂപ്പാണ് വന്നേ. പിന്നെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈറ്റിംഗേൽ ഫ്രണ്ട്സ് വേറെ ഉണ്ട്. അതിൽ കുറച്ച് പേരെ മാത്രമേ നമുക്കിന്ന് കാണാൻ പറ്റിയുള്ളൂ, ഇന്നത്തെ ഇതിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ അതിലെല്ലാവരും പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഡേ 2ലാണ് കൂടുതൽ, ഡേ 2 ഡേ 3ലാണ് നമുക്ക് കൂടുതലും കിട്ടിയത് കേട്ടോ. അപ്പോൾ മറ്റേത് നമുക്ക് കുറച്ച് പേരായിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതും ഞാൻ ഈ കാണിച്ച ആ ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കയ്യിൽ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഡേ 2ൽ നമുക്ക് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിൽ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാം കേട്ടോ, നമ്മുടെ കൂട്ടുകാരെ പറ്റിയൊക്കെ പറയാം. പിന്നെ എല്ലാവരും അടിപൊളിയായിട്ട് പോപ്പറൊക്കെ അടിച്ച് എൻജോയ് ചെയ്യാണ് കണ്ടിട്ട്. ചേച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പാടി. സിനിമയിലൊക്കെ പാടിയിട്ടുള്ള ആളാണേ. ആളെന്നെ അത് പറയുന്നുണ്ട്, ഏതോ ഒരു മൂവിയിൽ ഏതാ ഒരു ടോപ്പ് സോങ്ങാണത്, ഒരു റാപ്പ് സോങ്ങാണ്, അത് ആൾ പാടിയതാണ്. ലാസ്റ്റ് പാടിയതിന് ശേഷമാണ് പറയുന്നത് ശരിക്കും ഒറിജിനാലിറ്റി പാടിയത് ഞാൻ തന്നെയാണ്. ഇനി ഔട്ട്സൈഡ് ഒരു നമ്മുടെ ഓഡിയൻസിൻ്റെ ആ ഒരു പവർ എന്താണെന്നുള്ളത് കാണാം കേട്ടോ. അതുപോലെ ഈ ചേട്ടനും അതെ, ഈ ചേട്ടനൊന്നും ഒരു രക്ഷയില്ലായിരുന്നല്ലോ, അടിപൊളി വോയിസാണ്. അടിപൊളി വോയിസും പിന്നെ നല്ല ചാമിങ് പെർഫോമൻസാണ് ആളുടെ. അല്ലേ, കൂട്ടുകാരൊക്കെ ഇതേ കളി തുടങ്ങി.
അടിപൊളിയായിരുന്നു. കണ്ട എല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് ഓഡിയൻസിൻ്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. എല്ലാം നമ്മുടെ കൂട്ടുകാർ തന്നെയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ പവർ ഓൺ പവർ. ഒരു നമ്മളിലേക്ക് ഇറങ്ങി വന്നവർ പാട്ടുപാടി നമ്മളെ ആസ്വദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചേച്ചിയും ചേച്ചിയുടെ കുട്ടീനൊന്നും ഇതിൻ്റെ ഇടയിൽ എവിടെയെന്ന് പോലും കാണാൻ പറ്റിയിട്ടില്ല. ഞാനധികം അധികം എന്നല്ല, ഞാൻ ഡാൻസ് കളിക്കുന്ന ആളല്ല. പക്ഷെ അവരങ്ങനല്ല, ഡാൻസ് കളിച്ച് നല്ല എൻജോയ് ചെയ്യുന്ന ടീംസാണ്. അപ്പോൾ ഇതേ ലാസ്റ്റ് സോങ് എത്തിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഗ്രൂപ്പ് സോങ്ങാണ്. ലാസ്റ്റ് എത്തി. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതേ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഞാനൊന്നുകൂടി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രോട്ടിന് കൂടിയും പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വോയിസ് ഓവറിങ്ങിൽ കൊടുക്കാൻ പറ്റുന്നത്. പനിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതേ ചേഞ്ച് സോങ് ആയിട്ട് വന്നിരിക്കുകയാണ് അവർ. ഈ ഒരു പാട്ടോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടിയും ഞാൻ പറഞ്ഞ 2 വീഡിയോസും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാ നമ്മുടെ എനർജിക്കൊന്നും ഒരു കുറവുമില്ല.
അതേ കണ്ടില്ലേ എല്ലാവരും ഇപ്പോൾ ചെയിൻ സോങ് ആയപ്പോൾ എല്ലാവരും ഒന്നുകൂടി എനർജറ്റിക്കായിട്ട് കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയോടുകൂടി നമ്മുടെ ഇന്നത്തെ ഡേ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.